ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ഡേ ഓൾ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു 70% ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയില്ല. 30% അറിയാവുന്നവർ കാണും കേട്ടോ, അതിലും കൂടുതൽ കാണും. ഞാൻ ചോദിച്ചപ്പോൾ പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ ലാസറസ് സിൻഡ്രം. എന്താണ് ലാസറസ് സിൻഡ്രം എന്ന് പറയുന്നത്? നമ്മൾ ഒരു പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റായി നമ്മൾ റെസിസിറ്റേഷനൊക്കെ കൊടുത്ത് നമ്മൾ പേഷ്യൻറ്റിനെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. പേഷ്യൻറ്റിൻ്റെ നോർമൽ സർക്കുലേഷൻ നമുക്ക് റിട്ടേൺ ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഡിക്ലെയർ ചെയ്തു ഡെത്ത്. നമ്മളല്ല, ഡോക്ടർ ഡെത്ത് ഡിക്ലെയർ ചെയ്തു. ഡോക്ടർ ഡെത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 1 hour 2 hour കഴിഞ്ഞ് നമ്മൾ ഡെത്ത് ഡിക്ലെയർ ചെയ്തു, ബൈസ്റ്റാൻഡറിനെയൊക്കെ ഇൻഫോം ചെയ്തു, നമ്മൾ ഡെത്തിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തു, എല്ലാം ആക്കി വെച്ച് കഴിഞ്ഞ് സഡൻ പേഷ്യൻറ്റിന് സർക്കുലേഷൻ റിട്ടേൺ ആവുന്നൊരു സിറ്റുവേഷനാണ്. ഇത് ഓട്ടോ റെസിസിറ്റേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഇങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ ചിലരിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. പേഷ്യൻറ്റിൻ്റെ ഡെഡ് ബോഡി വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് ജെർക്കി മൂവ്മെൻറ്റ്സ് ഉണ്ടായി, പെട്ടെന്ന് പേഷ്യൻ്റ് കയ്യിൽ കയറി പിടിച്ചു, പേഷ്യൻ്റ് ബോഡി കയ്യിൽ കയറി പിടിച്ചു. അതായത് പേഷ്യൻറ്റിനെ മോർച്ചറിലോട്ട് വെക്കാൻ കൊണ്ടുപോയപ്പോൾ മോർച്ചറിയിലിരിക്കുന്ന സെക്യൂരിറ്റി കണ്ടു പേഷ്യൻ്റ് മൂവ് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടു. അതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ ലാസറസ് സിൻഡ്രമാണ് കേട്ടോ. ആ ഒരു ലാസറസ് ഫിനോമിനനാണ്. അതായത് ഓട്ടോ റെസിസ്റ്റേഷൻ. കാരണം നമ്മൾ കാർഡിയോ പൾമണറി റെസിസ്റ്റേഷനൊക്കെ കൊടുത്ത് പേഷ്യൻറ്റിനെ സർവൈവ് ചെയ്യാൻ നോക്കി, പക്ഷേ ആക്ച്വലി നമുക്ക് റിവേർട്ട് ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഡെത്ത് ഡിക്ലെയർ ചെയ്തു. പക്ഷേ ഡെത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി തന്നെ, അതൊരു ന്യൂറോളജിക്കൽ റിഫ്ലെക്സ് ആണ് കേട്ടോ. ആ റിഫ്ലെക്സ് കാരണം നമുക്ക് ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. വളരെ ചുരുക്കം ആളുകൾ ഒരു ലോങ് ടൈം ജീവിക്കും, പക്ഷേ ഓൾമോസ്റ്റ് മിക്ക ആളുകളുടെയും സർവൈവൽ റേറ്റ് കുറവായിരിക്കും കേട്ടോ. അവർ പെട്ടെന്ന് തന്നെ ഡെത്ത് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഫിനോമിന സംഭവിക്കാറുണ്ട്. അത് എൻ്റെ എക്സ്പീരിയൻസിൽ സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ.